മർത്തയും മറിയവും ലാസറും അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഈശോ അവിടേക്ക് വരുന്നത് അവരോടൊപ്പം ഇരിക്കാനാണ്. അങ്ങനെ ഈശോ എത്തുമ്പോൾ, കൂട്ടുകാർ കൂടുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കായി പോയാൽ എന്തു പറ്റും? അതുകൊണ്ടാ ഈശോ മർത്തയോട് പറയുന്നത്, മർത്ത, ഞാനിവിടെ വന്നിരിക്കുന്നത് നിന്റെ ഒപ്പമിരിക്കാനാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നിന്നെ കേൾക്കാനുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും മർത്തയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ കൂടുന്നുണ്ടെങ്കിൽ മർത്തയ്ക്ക് പറ്റിയ അബദ്ധം നമുക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കൂടുതൽ ചെയ്യുന്നതിലല്ല, കൂടെ ഇരിക്കുന്നതിലാണ് വിശ്വാസം. ഇന്ന് ഈശോ നിന്നെ വിളിക്കുന്നുണ്ട്. എന്തിനാ? അവൻ്റെ ഒപ്പം ഇരിക്കാൻ, അവനെ കേൾക്കാൻ, അവനോട് സംസാരിക്കാൻ.